ഹലോ കൂട്ടുകാരെ, കുഞ്ഞിന്നൊരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. സിംഹരാജന് സൂത്രശാലിയായ ഒരു മന്ത്രി കൊടുക്കാനും ഉണ്ടായിരുന്നു. എന്നും സിംഹം വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസത്തിന്റെ ഒരു പങ്ക് കുറുക്കനും കൊടുക്കും. ഒരു നാൾ സിംഹത്തിന് വയ്യാണ്ടായി. സിംഹം മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, ഇന്നെനിക്ക് ഇര പിടിക്കാൻ വയ്യ, നീ പോയ ഏതെങ്കിലും മൃഗത്തെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരൂ. സിംഹത്തിന്റെ ഗുഹയിലോട്ട് വിളിച്ചാൽ ഒരു മൃഗം വരില്ലാന്ന് കുറുക്കൻ അറിയായിരുന്നു. അവനൊരു ഭയം തോന്നി. ആ കാട്ടിലൊരു കഴുതി ഉണ്ടായിരുന്നു. കുറുക്കൻ കഴുതിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിന്നെ കാര്യസ്ഥനാക്കാനാണ് രാജാവിന്റെ തീരുമാനം. നീ ഒട്ടും പേടിക്കണ്ട, രാജാവ് നിന്നെ ഒന്നും ചെയ്യൂല. അവിടെ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം കിട്ടും. നിന്നെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ എന്നെ പറഞ്ഞയച്ചേക്കാണ്. കുറുക്കന്റെ ഭംഗിയ വാക്കുകളിൽ കഴുത മയങ്ങിപ്പോയി. അവൻ കുറുക്കനോടൊപ്പം സിംഹത്തിന്റെ ഗുഹയിലോട്ട് ചെന്നു. കഴുതയെ കാണേണ്ട താമസം സിംഹം ഒരൊറ്റയടി അതോടെ അവന്റെ കഥ കഴിഞ്ഞു. കുറുക്കനെ ഇതിക്ക് കാവലിരുത്തിയിട്ട് സിംഹം വെള്ളം കുടിക്കാൻ പുഴയിലേക്ക് പോയി. വിശന്നു വലിഞ്ഞിരുന്ന കുറുക്കൻ ആ തക്കം നോക്കി കഴുതയോട് തലച്ചോറ് തിന്നെടുത്തു. തിരിച്ചെടുത്തി കഴുതയെ തിന്നു തുടങ്ങിയ സിംഹം അവന്റെ തലച്ചോറ് കാണാത്ത എന്താന്ന് കുറുക്കനോട് ചോദിച്ചു. കുറുക്കൻ പറഞ്ഞു, പ്രഭു, തലച്ചോറുണ്ടായിരുന്നെങ്കിൽ കഴുത എന്റെ ഒപ്പം വരാനുള്ള മണ്ടത്തരം കാണിക്കുമോ? കഴുതകൾക്ക് തലച്ചോറില്ല മഹാരാജാവേ. അത് വിശ്വസിച്ച് സിംഹം മന്ത്രിക്കുള്ള പദവ് വാങ്ങും നൽകി. ഈ കഥയിൽ കഴുതയെ പോലെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് അപകടം വരുത്തിവെക്കും. അതുകൊണ്ട് ഈ കഥ നിങ്ങളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കൂ. അടുത്ത കഥയ്ക്കായി ഫോളോ ചെയ്യൂ.